ഹെബ്രായ ലേഖനം 11:11. ഹെബ്രായ ലേഖനം 11:11. 11-ാമത്തെ വിശ്വാസത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയുകയാണ്, സാറ വിശ്വാസത്താൽ ഗർഭധാരണത്തിനുള്ള ശക്തി പ്രാപിച്ചു. സാറ പ്രായം കവിഞ്ഞിട്ടും സാറ വിശ്വാസം മൂലം ഗർഭധാരണത്തിനു വേണ്ട ശക്തി പ്രാപിച്ചു. പ്രായം കവിഞ്ഞു, പ്രായമൊക്കെ കഴിഞ്ഞു, എന്നിട്ടും വിശ്വാസത്താൽ സാറ ഗർഭധാരണത്തിനുള്ള ശക്തി പ്രാപിച്ചു. ഹല്ലേലൂയ. സാറ ഈ വരണ്ടുണങ്ങിയ ഗർഭപാത്രം, ഒരു കുഞ്ഞ് പിറക്കാൻ എങ്ങനെയാണ് അവിടെ ആ ഗർഭപാത്രം ഒരു 16 വയസ്സ് അല്ലെ 18 വയസ്സുകാരുടെ ഗർഭപാത്രം പോലെ എങ്ങനെ രൂപപ്പെട്ടത്? വരണ്ടുണങ്ങിയ ഗർഭപാത്രം എങ്ങനെ മാറിയത്? അതാണിത്. വിശ്വാസം മൂലം സാറ പ്രായം കവിഞ്ഞിട്ടും വിശ്വാസം മൂലം ഗർഭധാരണത്തിനു വേണ്ട ശക്തി പ്രാപിച്ചു. അതായത് സാറ വിശ്വസിച്ചു, ഹൃദയത്തിൽ വിശ്വസിച്ചു, ദൈവത്തിൻ്റെ വാഗ്ദത്തം വിശ്വസിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. ഒരു സാധ്യതയില്ല, വിശ്വസിച്ചു. അപ്പോൾ ഇത് സംഭവിച്ചു, സാറായുടെ ഗർഭപാത്രത്തിൽ ദൈവത്തിൻ്റെ ശക്തി ചലിക്കാൻ തുടങ്ങി. വരണ്ടുണങ്ങിയ ഗർഭപാത്രം 18 അല്ല 20 വയസ്സായിട്ട് ഗർഭപാത്രം പോലെ രൂപാന്തരപ്പെട്ടു. ആ ഗർഭപാത്രത്തിൽ കുഞ്ഞു പിറക്കാനുള്ളതെല്ലാം അവിടെ സംഭവിക്കുകയാണ്. അങ്ങനെ അബ്രാഹത്തിന് സാറായിൽ ഇസ്ഹാക്ക് എന്ന മകൻ ജനിക്കുക. പ്രൈസ് ദി ലോർഡ്. അവിടെ മുഴുവൻ വിശ്വാസമാണ്. വിശ്വാസത്തെക്കുറിച്ച് മാത്രം, വിശ്വാസത്തിലൂടെ മാത്രമേ അനുഗ്രഹം പ്രാപിക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. വിശ്വാസം, വിശ്വാസം, വിശ്വാസം. ഹല്ലേലൂയ. അപ്പോൾ അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിൽ നമ്മൾ കണ്ട പോയിന്റ്സ് ഒന്നുകൂടെ മനസ്സിൽ നിന്ന് കുറിച്ച് വെച്ചു. ഒന്ന്, അബ്രാഹാം ദൈവത്തിൻ്റെ വാഗ്ദത്തം വിശ്വസിച്ചു. അടുത്ത പോയിന്റ് എന്തായിരുന്നു? പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലായിരുന്നപ്പോഴും പ്രതീക്ഷയോടെ വിശ്വസിച്ചു. മൂന്നാമത്തെ പോയിന്റ്, അബ്രാഹത്തിൻ്റെ വിശ്വാസം ദുർബലപ്പെട്ടില്ല. അബ്രാഹത്തിൻ്റെ വിശ്വാസം ദുർബലപ്പെട്ടില്ല. ആരെങ്കിലുമൊക്കെ ആ കാലത്ത് ചോദിച്ചു കാണുമായിരിക്കും, അബ്രാഹാമേ നിനക്ക് 100 വയസ്സായി, നീ പിള്ളേരുണ്ടാവുമോ? ദൈവം പറഞ്ഞതൊക്കെ നീ പറയാതെ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കാണുമായിരിക്കും. അബ്രാഹാം സാർ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെ തകർക്കുന്ന വാക്കുകൾ ആരെങ്കിലും പറഞ്ഞിട്ടാവാം. പക്ഷെ അബ്രാഹാം അത് വിശ്വസിച്ചോ? ഇല്ല. അബ്രാഹത്തിൻ്റെ വിശ്വാസം ദുർബലപ്പെട്ടില്ല. അടുത്ത പോയിന്റ് എന്താ? അബ്രാഹാം വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അബ്രാഹാം വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. സാറ പ്രായം കവിഞ്ഞിട്ടും വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അത് വിശ്വാസത്തിന് അസാധാരണമായ ഒരു ശക്തിയുണ്ട്. നിങ്ങൾ വിശ്വസിക്കണം, ഹൃദയത്തിൽ വിശ്വസിക്കണം. ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ ഉയർച്ച പ്രാപിക്കും, എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, ബിസിനസ് അനുഗ്രഹിക്കപ്പെടും, സാമ്പത്തിക ഉയർച്ച ഉണ്ടാവും, തലമുറ അനുഗ്രഹിക്കപ്പെടും. വിശ്വസിക്കണം. ഏറ്റു പറയണം. അത് അടുത്തൊരു പോയിന്റാണ്. ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് വാ തുറന്ന് പറയണം. പലപ്പോഴും നമ്മൾ എന്താ പറയുന്നത്? അത് ശരിയാകാൻ പോകുന്നില്ല, അത് ശരിയാകാൻ പോകുന്ന ഒരു സാധ്യതയില്ലെന്ന്. മക്കളൊക്കെ നല്ല എന്തെങ്കിലും പരിപാടി കഴിയുമ്പോൾ അവൻ പോയാൽ ഗുണം വരാനൊന്നും പോകുന്നില്ല, അവൻ ചെയ്താൽ ശരിയാവത്ത. ഇത് തന്നെ നെഗറ്റീവോട് നെഗറ്റീവാണ്. മനസ്സിലും നാവിലും ഇത് തന്നെയാണ്. എങ്ങനെ രക്ഷപ്പെടാനാണ്? നെഗറ്റീവ് വാക്ക് പറഞ്ഞാൽ അതിൻ്റെ മേൽ നെഗറ്റീവ് എനർജി, തിന്മയുടെ അരൂപിയാണ് പ്രവർത്തിക്കുന്നത്. അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞാൽ അനുഗ്രഹം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സുഭാഷിതങ്ങൾ 18-ാം അധ്യായത്തിൽ 20-21 വചനങ്ങൾ. അധരഫലം ഉപജീവന മാർഗം നേടിക്കൊടുക്കുന്നു, അധരങ്ങൾ സംതൃപ്തി വിളയിക്കുന്നു. ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും. ജീവനെ നശിപ്പിക്കുവാനും പുലർത്തുവാനും നാവിന് കഴിയും. അതിനെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ കനി ഭുജിക്കണം. ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും. ഈ വചനം മറന്നുപോകരുത്. ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും. നിന്റെ നാവ് എന്തു പറയുന്നോ അതാ നിനക്ക് സംഭവിക്കാൻ പോകുന്നത്. ഉണ്ട്. അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞാൽ മതി, ശാപത്തെക്കുറിച്ച് പറയരുത്.
പരാജയത്തെക്കുറിച്ച് പറയരുത്, തോൽവിയെക്കുറിച്ച് പറയരുത്. അങ്ങനെ പറഞ്ഞ് ക്രിസ്ത്യാനി മുഴുവൻ അധപ്പതിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇത് നിങ്ങൾ ഏറ്റെടുക്കണം, വിശ്വസിക്കണം. യേശു എന്നെ അനുഗ്രഹിക്കും, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും, മക്കളെ അനുഗ്രഹിക്കും, സാമ്പത്തിക ഉയർച്ച ഉണ്ടാവും, എല്ലാം ഉയർച്ച. ക്രിസ്ത്യാനിയെല്ലാം കീറത്തുണി ഉടുത്ത് നടക്കണം, കീറിയ പാൻറ്റിട്ട് നടക്കണം, നല്ല വീട് വേണ്ട, എല്ലാവരും മാരുതി 800 ജീവിച്ചാൽ മതി എന്നൊക്കെയാണോ ക്രിസ്ത്യാനിയെക്കുറിച്ച് ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്? അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത് കേട്ടോ. ദൈവത്തിന് അങ്ങനെ പദ്ധതിയൊന്നുമില്ല. ക്രിസ്ത്യാനിയെല്ലാം കീറത്തുണി എടുത്ത് നടക്കുന്ന പദ്ധതി ദൈവത്തിനില്ല. ഇത് നമ്മുടെ പദ്ധതിയാണ്. പോവർട്ടി എന്ന് പറയുന്നത്, അതായത് ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു സ്പിരിറ്റാണ്, ഒരു തിന്മയുടെ ആത്മാവ്, ദാരിദ്ര്യത്തിൻ്റെ ദുരാത്മാവ്. അപ്പോൾ ക്രിസ്ത്യാനിയെല്ലാം ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കീറത്തുണി എടുത്ത് ഇങ്ങനെ അധോഗതി ജീവിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ മനസ്സിന് അങ്ങനെ ഒരു പദ്ധതിയില്ല. അങ്ങനെ ആരും ചിന്തിക്കരുത്. ദൈവത്തിൻ്റെ ജനം ന്യായമായിട്ട് മാന്യമായിട്ട് ജീവിക്കണമെന്നാണ് ദൈവത്തിന് ആഗ്രഹം. ആണോ? പറയുന്നേ, ഒന്ന് പറഞ്ഞു, ഒച്ചതി പറഞ്ഞേ ആണോ? ന്യായമായ വിദ്യാഭ്യാസം, ന്യായമായിട്ട് നല്ല വീട്, നല്ല മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം, ന്യായമായിട്ട് ജീവിക്കാൻ എല്ലാ സൗകര്യം വേണം. വേണം. അത് ദൈവം തരുമെന്നേ. നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം, അങ്ങനെ സ്വപ്നം കാണണം, അങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം അതെല്ലാം നമുക്ക് തരും. അപ്പോൾ ദാരിദ്ര്യത്തെ നമ്മൾ ഒത്തിരി താലോലിക്കണ്ട കേട്ടോ. ദാരിദ്ര്യം നിങ്ങൾ ഈ ടെലിവിഷനിലൊക്കെ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ ഇത് പിടിച്ചേ. ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടിട്ടുള്ളവർ ടെലിവിഷനിലൊക്കെ. ജോൺ പോൾ മാർപ്പാപ്പയെ കണ്ടിട്ടുള്ളോ? ഈ ജോൺ പോൾ മാർപ്പാപ്പയോ ഫ്രാൻസിസ് മാർപ്പാപ്പയെല്ലാം ഈ കീറിയ ഉടുപ്പൊക്കെയാണ് ഇട്ടിരുന്നത്. അവർ ഉടുപ്പ് കീറിയതും പഴകിയതും ഒക്കെ ആയിരുന്നോ? ആണോ? ഞാനിതുവരെ കണ്ടില്ല. അവർ നല്ല ഒന്നാം തരം ഡ്രസ്സായിട്ടിരുന്നത്, നല്ല ഫസ്റ്റ് ലോഹയാണ്. കീറിയതുമല്ല, ചെളിപറ്റിയതുമല്ല, പഴഞ്ഞനുമല്ല. ഹല്ലേലൂയ. അവരൊക്കെ കുടിലിനകത്താണോ ജീവിച്ചിരുന്നത്? 2 മുറിയും ഒരടുക്കളയൊക്കെ വീട്ടിലാണോ? അല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ദാരിദ്ര്യത്തെ നമ്മൾ ഒത്തിരി അങ്ങോട്ട് കെട്ടിപ്പിടിക്കണമെന്ന് ഉള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അതുകൊണ്ട് ദാരിദ്ര്യത്തെ കെട്ടിപ്പിടിച്ചാൽ ദാരിദ്ര്യം കുടുംബത്തിൽ നിന്ന് പോകത്തില്ല. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ പറയണം, ദാരിദ്ര്യത്തിന് ദുരാത്മാവ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളാൻ പറയണം. അതിനുള്ള ധൈര്യം വേണം, അതിനുള്ള പ്രാർത്ഥനയുടെ ശക്തി വേണം. ദാരിദ്ര്യത്തിൻ്റെ ആത്മാവ് വിട്ടുപോട്ടെ. ഹല്ലേലൂയ. അതൊരു സ്പിരിറ്റാന്നേ. ഹല്ലേലൂയ. അതുകൊണ്ട് ദാരിദ്ര്യത്തെ ഒത്തിരി സ്നേഹിക്കേണ്ട. യേശുവിൻ്റെ നാമത്തിൽ ദാരിദ്ര്യത്തിൻ്റെ പിശാച് വിട്ടുപോകാൻ തന്നെ നിങ്ങൾ പറയണം. ദാരിദ്ര്യത്തിൻ്റെ പിശാച് വിട്ടുപോകണം. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടണം. 2 കരം പിടിച്ചൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവേ, ദൈവജനത്തിൻ്റെ മേൽ ഒരു പുത്തൻ അഭിഷേകം പകരണമേ. ദാരിദ്ര്യത്തിൻ്റെ പിശാച് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. അനുഗ്രഹത്തെ തടയുന്ന തിന്മയുടെ ശക്തികൾ വിട്ടൊഴിയട്ടെ. ദൈവത്തിൻ്റെ ജനം സ്വതന്ത്രമാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവജനം സ്വതന്ത്രമാവട്ടെ. വിശ്വാസത്തിൻ്റെ വരം ലഭിക്കട്ടെ, വിശ്വാസത്തിന് കൃപ ലഭിക്കട്ടെ, വിശ്വാസത്തിന് അഭിഷേകം ലഭിക്കട്ടെ, വിശ്വാസ ശക്തി കൊണ്ട് നിറയട്ടെ. കരമടിച്ചൊന്ന് സ്തുതിച്ചേ. ആരാധന. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് വിശ്വാസത്തിൻ്റെ 1-2 വചനം കൂടി കേട്ടിട്ട് നമുക്ക് ആരാധനയിലേക്ക് വരാം. യാക്കോബ് സ്ലീഹ എഴുതിയ ലേഖനം എടുത്തോളുക. ബൈബിളിലുള്ളവർക്ക് എടുക്കാം. യാക്കോബ് സ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 8 വരെ വചനങ്ങൾ. 2 മുതൽ 8 വരെ വചനങ്ങൾ. എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എൻ്റെ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. ഉണ്ടോ? പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കണം. വിശ്വാസം പരീക്ഷിക്കപ്പെടും. അബ്രാഹത്തെ വിശ്വാസത്തിൽ ദൈവം പരീക്ഷിച്ചു. അബ്രഹാം വിശ്വാസത്തിൽ പരീക്ഷയിൽ വിജയിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസത്തിൽ, ഓരോരുത്തരുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ പരീക്ഷകൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. പരീക്ഷയിൽ വിജയിക്കുമ്പോൾ സ്ഥിരത ലഭിക്കും. ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും
ഒന്നിലും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകിമറിയുന്ന കടൽത്തിരക്ക് തുല്യനാണ്. സംശയമനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചലപ്രകൃതിമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് വിശ്വസിക്കരുത്. ഹല്ലേലൂയ. സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. ദൈവത്തെ ഒരിക്കലും സംശയിക്കരുത്. ദൈവത്തിൻ്റെ ശക്തിയിലും കരുണയിലും ദൈവത്തിൻ്റെ അനുകമ്പയിലും ദൈവമൊന്നും സംശയിക്കരുത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ആ വിശ്വാസത്തോടെ ദൈവത്തെ സംശയിക്കാതെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽത്തിരക്കുതിരാണ്. കടൽത്തിര എപ്പോഴും ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഉറപ്പില്ലാത്ത ഒരു ഹൃദയം, ഒരു മനസ്സ്, അത് അവിശ്വാസയുടെ മനസ്സാണ്. അത് പറ്റത്തില്ല. ഉറപ്പുള്ള ഒരു ഹൃദയം, ഉറപ്പുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. വിശ്വാസത്തിൽ നമുക്ക് ഉറപ്പ് ഉണ്ടാവണം. സംശയമനസ്കൻ എപ്പോഴും സംശയപ്രകൃതി. സംശയമനസ്കനും ചഞ്ചലപ്രകൃതി, അതായത് ഇളകുന്ന സ്വഭാവം, ചാഞ്ചല്യം, അത് നമുക്ക് ഉറപ്പുള്ള വിശ്വാസം, ഹൃദയത്തിലെ ഉറപ്പുള്ള വിശ്വാസമാണ്. സംശയമനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചലപ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. അത്ര എളുപ്പമല്ല കേട്ടോ. സംശയമനസ്കന്, ചഞ്ചലപ്രകൃതി ഉള്ള ഒരുവന് കർത്താവിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. അത് നമ്മുടെ വിശ്വാസം എങ്ങനെ ആയിരിക്കണം? ഉറപ്പുള്ള വിശ്വാസം. ഉറച്ചുകൊണ്ട് വിശ്വസിക്കുക. അതിനകത്ത് ഒരു വ്യത്യാസമില്ല. ഉറച്ചു വിശ്വസിക്കുക. ഹൃദയത്തിൽ കർത്താവ് അനുഗ്രഹിക്കും, കർത്താവ് സഹായിക്കും, കർത്താവ് വഴി നടത്തും, വഴി തുറക്കും. അങ്ങനെ വിശ്വസിക്കണം. വിശ്വസിക്കുന്നത് നമ്മൾ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയണം. വിശ്വാസം, അവിടെയാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.